ഹലോ, ഇന്ന് രാവിലെ തന്നെ എൻ്റെ ഒരു പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട്. ഇത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ്. ക്ലോത്ത് ഡയപ്പേഴ്സ് ആണ്. എനിക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ള ഒരു സാധനം കേട്ടോ. കാരണം പൊതുവേ നമ്മുടെ മെറ്റേണിറ്റി ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാവുന്നത് ഡയപ്പർ പാൻസ് വാങ്ങിച്ചിട്ടായിരിക്കും. എന്നാൽ അതിന് ഒരുപാട് നെഗറ്റീവ് വശങ്ങൾ ഉണ്ട് താനും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഡയപ്പർ റാഷസ് വരിക, ഇറിറ്റേഷൻ, റെഡ്നെസ്, അത് മാത്രമല്ല ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ലീക്കേജ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കെമിക്കലുമായിട്ട് കുട്ടികളുടെ എക്സ്പോഷർ. പക്ഷേ ക്ലോത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്കിതൊക്കെ തടയാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ക്ലോത്ത് ആണ്, അതുകൊണ്ട് തന്നെ കെമിക്കലുമായിട്ട് കുട്ടികൾക്ക് എക്സ്പോഷർ ഇല്ല. പിന്നെ അത് കൂടാതെ തന്നെ ഇതിന് കമ്പാരിറ്റീവ്ലി ലീക്കേജ് ഒട്ടും തന്നെ ഇല്ല. ഞാനിത് യൂസ് ചെയ്തതാണ്. മറ്റ് ഡയപ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ലീക്കേജ് ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിട്ടില്ല. കുട്ടികൾ വളരെ കംഫർട്ടബിൾ ആണ്. ഡയപ്പർ റാഷസോ ഇറിറ്റേഷനോ റെഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മമാർക്ക് അതൊരു വലിയ സമാധാനമാണ്. ഇത് കൂടാതെ നമ്മുടെ അമ്മമാരുടെ ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർക്കുക. ഇപ്പോൾ പൊതുവേ വീടുകളിൽ എല്ലാവരും കുട്ടികൾക്ക് തുണിയായിരിക്കും വെച്ചു കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങൾ യൂറിൻ പാസ് ചെയ്യുക, സ്റ്റൂൾസ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ തുണി ചേഞ്ച് ചെയ്യും. പക്ഷേ ഇത് നമ്മുടെ ക്ലോത്തിലും ആവുന്നുണ്ട്. നമ്മൾ അതിനനുസരിച്ച് ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതിലൂടെ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഡയപ്പർ പാൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്കും ഹൈജീനായിട്ടിരിക്കാൻ പറ്റും. ഇതൊന്നും നമ്മുടെ ദേഹത്തും ആവുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക. നമുക്ക് നമ്മുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫുള്ള് ബട്ടൺസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ സൈസിനനുസരിച്ച് നമുക്കിത് ഉടുപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഫ്രണ്ട് പോർഷൻ മുഴുവൻ ബട്ടൺസ് ആണ്. അത് നമുക്ക് കുഞ്ഞിൻ്റെ കംഫർട്ടിനനുസരിച്ച്, സൈസിനനുസരിച്ച്, ഇപ്പോൾ ഓരോ മാസം ഓരോ കുട്ടികൾക്ക് ഓരോ വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്, സൈസും കാര്യങ്ങളൊക്കെ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉള്ളിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ്. ഇതിൻ്റെ ഉള്ളിലൊരു ക്ലോത്ത് പാഡ് വരുന്നുണ്ട്. ഇത് അബ്സോർബൻ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് വരുന്നത് അത് ഒരുപാട് വാട്ടർ അബ്സോർബ് ചെയ്യും. അത് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത്തരത്തിലിപ്പോൾ ബേബി ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതേ മെറ്റീരിയൽ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരുപാട് യൂറിൻ അബ്സോർബ് ചെയ്യും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു വെറ്റ്നസ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ മുകളിലായിട്ട് ബാക്ക് സൈഡിൽ ഒരു ബട്ടൺസ് വരുന്നുണ്ട്. ഇത് നമുക്കിവിടെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങൾ കളിക്കുകയും കുമ്പിടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് നീങ്ങിപ്പോവോ ഒന്നുമില്ല. ഇത് അവിടെ തന്നെ കൃത്യമായിട്ട് ഇരിക്കും. അതുകൊണ്ട് തന്നെ ലീക്കേജോ കാര്യങ്ങളോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇതാക്കണ്ടോ, ഇതിവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതവിടെ ഇരുന്നോളും. അതവിടെ കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഇലാസ്റ്റിക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സൈഡിലൊക്കെ, അതായത് ആ ഒരു പെൽവിക് പോർഷനിൽ അതവിടെ കറക്റ്റായിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ലീക്കേജ് ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതിൽ നിറച്ച് ബട്ടൺസ് ഫിക്സ് ചെയ്യാനുള്ള പോർഷൻസ് ആണ്. ഇതിൽ നമുക്ക് സൈസിനനുസരിച്ച് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കത് പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് സൈഡ് വൈസ് പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ സൈഡ് വൈസ് പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി 2 ഉപയോഗിച്ച് വളരെ യൂസ്ഫുള്ളായി തോന്നിയിട്ടാണ് ഞാൻ വീണ്ടും ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത്, ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ എല്ലാ അമ്മമാരും ഇതൊരു വട്ടം യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ഒരു വലിയ തലവേദന, കുഞ്ഞുങ്ങൾക്ക് ഈ ഇറിറ്റേഷനും ഡയപ്പർ റാഷൻസൊക്കെ ഒഴിവാകുമ്പോൾ തന്നെ നമ്മുടെ ഒരു വലിയ തലവേദന ഒഴിയും. പിന്നെ ഈ പറഞ്ഞ പോലെ ഡയപ്പർ പാൻസിനുള്ള എക്സ്പെൻസ്, കാരണം നിങ്ങൾക്ക് അമ്മമാർക്ക് അറിയുണ്ടാവും എത്രത്തോളം എക്സ്പെൻസ് ആണ് നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതെന്നുള്ളത്. അതും നമുക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ ഇത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു തലവേദന. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഉടുപ്പിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക. ഉള്ളിലൊക്കെ വളരെ സോഫ്റ്റാണ്. നിങ്ങൾക്ക് സൈഡിൽ ആ ഒരു ചെറിയൊരു ഇലാസ്റ്റിക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു പാഡ് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബട്ടൺസ് ഉള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. ബട്ടൺസ് ഉണ്ടെങ്കിൽ അവിടെ പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ കുഞ്ഞിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ആ ഒരു ബട്ടൺസ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് ഞാൻ സ്ട്രെയിറ്റ് വെക്കുന്നത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെരിച്ചിട്ട് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെരിച്ച് ഫിക്സ് ചെയ്ത് കുഞ്ഞിന് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെരിച്ച് നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഫിക്സ് ചെയ്യാം. അല്ല സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ്. ഞാൻ അവർക്ക് സ്ട്രെയിറ്റ് തന്നെയാണ് വെച്ച് കൊടുക്കാറ്.
അപ്പോൾ അതവിടെ കറക്റ്റായിട്ടിരിക്കും. ലീക്കേജ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പലർക്കും ഉള്ള ഡൗട്ടാണ് ക്ലോത്ത് ഡയപ്പർ ഉപയോഗിക്കുന്ന സമയത്ത് ലീക്കേജ് ഉണ്ടോയെന്ന്. ഒട്ടും ലീക്കേജ് ഇല്ല. മറ്റ് ഡയപ്പേഴ്സിന് പിന്നെയും ലീക്കേജ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതുവരെ ലീക്കേജിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു സാധാ ക്ലോത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ക്ലോത്ത് പാഡ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് സാധാരണ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഉടുപ്പിക്കാൻ പറ്റും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് അബ്സോർബ് ചെയ്യില്ല അധികം, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഓരോ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് കൂടുമ്പോഴും ഓപ്പൺ ചെയ്തിട്ട് ഈ ക്ലോത്ത് മാറ്റി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ പുറത്തെ ക്ലോത്ത് ആണെങ്കിലും വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ അത്രയും കംഫർട്ടാണ്. അപ്പോൾ നമ്മുടെ ഹൈജീനും പ്രോപ്പറായിരിക്കും, അവരുടേതും പ്രോപ്പറായിരിക്കും. റാഷസോ ഇറിറ്റേഷനോ ഒന്നുമില്ല. എനിക്ക് അത്രയും യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഓർഡർ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ടാറ്റാ.